നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. വയനാട് ചുരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി. ഭൂമി ഏറ്റെടുക്കലിന് 17 കോടി രൂപ കൂടി കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എൽസ്റ്റൺ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ഇഡി. അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും. കേസിൽ CPIM-ന്റെ പങ്കറിയിക്കും. എറണാകുളത്ത് അഭിഭാഷകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടിയത്. 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കും പരിക്കേറ്റു. തൃശൂർ മാള കുഴൂരിൽ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് ചെറുത്ത 6 വയസ്സുകാരനെ അതിക്രൂരമായി കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഴൂർ തിരുമുക്കുളം സ്വദേശി അജീഷിന്റെ മകൻ ആബേലിനെയാണ് കൊലപ്പെടുത്തിയത്. അറസ്റ്റിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. ആംബുലൻസ് ഡ്രൈവർ നൌഫലിനെയാണ് ജീവപര്യന്തം ശിക്ഷിച്ചത്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും കൊല്ലം മുൻ DCC പ്രസിഡന്റുമായ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 4:30 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. വീക്ഷണത്തിന്റെ മാനേജിംഗ് എഡിറ്റർ. മുനമ്പം ഭൂമി കേസിൽ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇന്നും വാദം തുടരും. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വഖഫ് ബോർഡ് 2019 പുറത്തിറക്കിയ ഉത്തരവാണ് ട്രിബ്യൂണൽ ഇന്ന് പരിശോധിക്കുന്നത്. മുനമ്പത്തെ ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കുവാൻ ട്രിബ്യൂണൽ ഇന്നലെ തീരുമാനിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയെ 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹിയിലെ പ്രത്യേക NIA കോടതി അർദ്ധരാത്രി 2 മണിയോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കനത്ത സുരക്ഷയിൽ റാണയെ NIA ആസ്ഥാനത്തേക്ക് മാറ്റി. വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. BJP MP കങ്കണ റണൌട്ടിനെതിരെ ഹിമാചൽ പ്രദേശ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗ്. കങ്കണ വൈദ്യുതി ബിൽ കൃത്യമായി അടയ്ക്കാറില്ലെന്നും കഴിഞ്ഞ 2 മാസത്തെ കുടിശ്ശികയായ 9384 രൂപ അടയ്ക്കാനുണ്ടെന്നും വിക്രമാദിത്യ സിംഗ്. കഴിഞ്ഞ ദിവസം കങ്കണ ഹിമാചലിലെ വൈദ്യുതി നിരക്കിൽ വിമർശനം ഉന്നയിച്ചു. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടായെങ്കിലും ആശങ്ക ഒഴിയുന്നില്ല. പ്രധാന സൂചികകൾ വീണ്ടും മലക്കം മറിഞ്ഞു. അതേസമയം ചൈനയ്ക്കെതിരെ അമേരിക്കൻ തീരുവ 145% വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി 2 സുപ്രധാന യൂണിവേഴ്സിറ്റികളെ കൂടി ഫണ്ട് റദ്ദാക്കി US ഭരണകൂടം. കോർണൽ യൂണിവേഴ്സിറ്റിയുടെ $100 കോടി നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ $790 ദശലക്ഷം സഹായമാണ് റദ്ദാക്കിയത്. പൗരാവകാശം ലംഘിച്ചെന്നാരോപിച്ചാണ് നടപടിയെന്ന് വൈറ്റ് ഹൗസ്. അഫ്ഗാനിൽ താലിബാൻ പോലീസ് സംവിധാനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ. റംസാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കാത്തവരെയും നിശ്ചിത അളവിൽ താടി പരിപാലിക്കാത്തവരെയും ബാർബർമാരെയും അറസ്റ്റ് ചെയ്തതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പുടിൻ അനാവശ്യമായി ചൈനയെ വലിച്ചിഴയ്ക്കുന്നുവെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ബീജിംഗിൽ നിന്നും ചൈനീസ് പൗരന്മാരെ റഷ്യൻ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തതായും സെലൻസ്കി. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ടൂറിസ്റ്റ് ഹെലികോപ്റ്റർ തകർന്ന് 5 മരണം. വിനോദസഞ്ചാരികളായ സ്പാനിഷ് കുടുംബാംഗങ്ങളാണ് മരിച്ചത്. ഹെലികോപ്റ്ററിൽ 3 കുട്ടികളും ഉണ്ടായിരുന്നു. തൃശൂർ ചാലക്കുടിയിൽ പുലിയെ കണ്ടെത്താൻ ജനകീയ തെരച്ചിൽ ആരംഭിച്ചു. വനം വകുപ്പും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. അതിനിടെ ചാലക്കുടിയിൽ വീണ്ടും പുലി എത്തിയതായി നാട്ടുകാർ പറയുന്നു.
ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യും. കേസിൽ അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഭാസിക്ക് നോട്ടീസ് നൽകും. അതിനുള്ളിൽ കേസിൽ അറസ്റ്റിലായ തസ്ലീമ, സുൽത്താൻ, അക്ബർ അലി, ഫിറോസ് എന്നിവരെ കസ്റ്റഡിയിലും. ഇടുക്കി നെടുങ്കണ്ടത്തെ എക്സൈസിന്റെ ചാരായ വേട്ട. ജീപ്പിൽ കടത്തിക്കൊണ്ടുവന്ന 10 ലിറ്റർ ചാരായം പിടികൂടി. മാവറ സിറ്റി കോലംകുഴിയിൽ മാത്യു ജോസഫിനെ അറസ്റ്റ് ചെയ്തു. പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചക്കുംകടവ് സ്വദേശി ഫാസിലിനെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് പിടികൂടിയത്. പോലീസ് പട്രോളിംഗിനിടെ ആനി ഹോൾ റോഡിനടുത്തുള്ള ബാറിന് സമീപത്ത് സംശയാസ്പദമായി കണ്ട ഫാസിലിനെ പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിയിൽ നിന്നും പോലീസ് 11 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. മലപ്പുറം വട്ടംകുളം പഞ്ചായത്തിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു. 8 മാസത്തോളം വളർച്ചയും 6 അടിയോളം വലിപ്പവുമുള്ള കഞ്ചാവ് ചെടിയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. സ്ഥലത്തെക്കുറിച്ച് മുൻപും പരാതി ഉണ്ടായിരുന്നെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഫുല്ല ചന്ദ്രൻ. കണ്ണൂർ കൂത്തുപറമ്പിൽ രാസലഹരിയുമായി 2 പേർ പിടിയിൽ. വാരം സ്വദേശി മുഹമ്മദ് ആഷിഖ്, മുഴുപ്പിലങ്ങാട് സ്വദേശി മുഹമ്മദ് ഫാഹിം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ മയക്കുമരുന്നുമായി സഞ്ചരിച്ച കാറും ഇവരിൽ നിന്ന് 16.817 ഗ്രാം മെത്താംഫിറ്റമിനും എക്സൈസ് പിടിച്ചെടുത്തു. കണ്ണൂർ ചിറക്കലിൽ വീടുകൾ കുത്തി തുറന്ന് പണവും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണാടിപ്പറമ്പ് സ്വദേശി റിഷാനാണ് അറസ്റ്റിലായത്. പ്രതിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഫോറൻസിക് വിഭാഗം പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. എറണാകുളം പുത്തൻകുരിശിൽ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. 12ഓളം കാറുകൾ ഭാഗികമായി കത്തിനശിച്ചു. കൊച്ചി പുത്തൻകുരിശ് പ്രവർത്തിക്കുന്ന പുത്തൂർക്കോട് സ്വദേശി രാജേഷിന്റെ SM ഓട്ടോമൊബൈൽസിലാണ് തീപിടുത്തമുണ്ടായത്. പട്ടിമറ്റം, തൃപ്പൂണിത്തറ, ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് 5 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. മലപ്പുറം ആനക്കരയിൽ കരിങ്കൽ പടവ് തൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റു. ആനക്കര സ്വദേശി ബിനീഷിനാണ് പൊള്ളലേറ്റത്. നെഞ്ചിലും കഴുത്തിനു പുറകിലും പൊള്ളലേറ്റു. കരിങ്കൽ പടവ് ജോലിക്കിടെയാണ് ബിനീഷിന് പൊള്ളലേറ്റത്. ബിനീഷ് ആശുപത്രിയിൽ ചികിത്സയിൽ. തൃശൂരിൽ 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി കൃഷ്ണമൂർത്തിയെയാണ് ശിക്ഷിച്ചത്. ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹന്റേതാണ് വിധി. 2020 വീടിന്റെ പുറകുവശത്ത് വെച്ച് കൃഷ്ണമൂർത്തി കുട്ടിയെ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു. അനധികൃത ബോർഡ് നീക്കം ചെയ്യുന്നതിനിടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റ ശ്രമം. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KT അനീഷിനെയാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. പ്രദേശവാസികളായ ജെൻസൺ, ജെറി, ജോർജ് എന്നിവരാണ് അനീഷിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പഞ്ചായത്ത് വാഹനം തടയുകയും ചെയ്തത്. സംഭവത്തിൽ അനീഷിന്റെ പരാതിയിൽ നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ശിക്ഷ വിധിച്ച് കോടതി. പൂന്തുറ സ്വദേശി മുഹമ്മദ് സുഹൈബ് ഖാനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 43 വർഷം കഠിന തടവും 80,000 രൂപ പിഴയുമാണ് ശിക്ഷ. ഫോൺ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രതി ശ്രീകാര്യത്തുള്ള ഒരു വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സുഹൈബ് പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി. മലപ്പുറം ചങ്ങരംകുളത്ത് ടോറസ് ലോറി തലയിലൂടെ കയറിയിറങ്ങി വിദ്യാർത്ഥി മരിച്ചു. സ്കൂട്ടർ യാത്രികനായ നിതിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ചങ്ങരംകുളം മൂക്കുതല സ്വദേശി ആദിത്യന് പരിക്കേറ്റു. ചങ്ങരംകുളം ഭാഗത്തു നിന്നും നന്നമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന സ്കൂട്ടർ മൺകൂനയിൽ തട്ടി ടോറസ് ലോറിക്ക് അടിയിലേക്ക് മറിയുകയായിരുന്നു. പഴഞ്ഞി MD കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ മീൻകുന്നിൽ അമ്മയും 2 മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ. മീൻകുന്ന് സ്വദേശി ഭാമ, മക്കളായ 14-കാരൻ ശിവനന്ദ്, 11-കാരൻ അശ്വന്ത് എന്നിവരാണ് മരിച്ചത്. രാവിലെയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലം സ്വദേശി പ്രദീപാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഭാര്യയെയും മക്കളെയും എറണാകുളത്തെ ലുലു മാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിനോദത്തിന് അയച്ച ശേഷം പ്രദീപ് വടക്കാഞ്ചേരിയിലെ തറവാട്ട് വീട്ടിലെത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം പരവൂരിൽ അച്ഛൻ മകനെ മദ്യലഹരിയിൽ വെട്ടി. 49-കാരൻ രാജേഷാണ് 18 വയസ്സുള്ള ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിലാഷിന്റെ മുഖത്തും കഴുത്തിനും കൈക്കും വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. രാജേഷ് സ്ഥിരമായി അക്രമകാരിയാണെന്ന് നാട്ടുകാർ. കണ്ണൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മാവിലായി സ്വദേശി VN സുനിൽകുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ എളയാവൂർ സ്വദേശി പ്രിയയെയാണ് പ്രതി ആക്രമിച്ചത്. സുനിൽകുമാറുമായി അകന്നു കഴിയുകയായിരുന്നു പ്രിയ. ഓട്ടോറിക്ഷ കൊണ്ടിടിച്ച് വീഴ്ത്തി പ്രിയയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട പ്രിയ ടൗൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തിരുവനന്തപുരം കന്യാകുമാരി ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസിലെ TTA യാത്രക്കാരൻ മർദ്ദിച്ചതായി പരാതി. ഐലൻഡ് എക്സ്പ്രസ് TT ജയേഷിനാണ് മർദ്ദനമേറ്റത്. TTയെ മർദ്ദിച്ചത് സൈനികനായ കൊല്ലംകോട് സ്വദേശി രതീഷ് ആണെന്നും പരാതിയിൽ. TTയെ തിരുവനന്തപുരം പേട്ട റെയിൽവേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സിവിൽ പോലീസ് ഓഫീസർമാർ അക്രമം നടത്തിയെന്ന് CPIM എരമംഗലം ലോക്കൽ കമ്മിറ്റി. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും സഹോദരന്മാരുടെ വീട്ടിലും കയറി പോലീസ് ആക്രമണം നടത്തിയെന്നും ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. തിരുവനന്തപുരം വർക്കല പാപനാശം കടപ്പുറത്ത് പഠനത്തിനായി സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. 1 വർഷം മുമ്പ് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് വിനോദസഞ്ചാരികൾക്ക് പരിക്ക് പറ്റിയിരുന്നു. നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് പഠനം വേണമെന്ന ആവശ്യവും ശക്തി പ്രാപിച്ചു. തൃശൂർ ഒട്ടുപാറ വടക്കാഞ്ചേരി CPIM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മധ്യപ്രദേശിൽ ക്രിസ്തുമത വിശ്വാസികൾക്കും വൈദികർക്കും നേരെയുണ്ടായ RSS ആക്രമണത്തിലാണ് പ്രതിഷേധം. CPIM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്ത് അഡീഷണൽ സെക്രട്ടറി ലിമയെ കോൺഗ്രസ് പ്രതിനിധികൾ ഉപരോധിച്ചു. പഞ്ചായത്ത് പടിക്കൽ ഭക്ഷ്യമാലിന്യവും പ്ലാസ്റ്റിക്കും വലിച്ചെറിഞ്ഞ സംഭവത്തിലാണ് ഉപരോധം. തിരുവനന്തപുരം പാറശാല സബ് RTO ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓഫീസിനുള്ളിൽ 50,800 രൂപ പിടിച്ചെടുത്തു. RTO ഓഫീസിൽ കണ്ട ഏജന്റിന്റെ പക്കൽ നിന്നാണ് പണം കണ്ടെത്തിയത്. കാശിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. പിടിച്ചെടുത്ത തുക അന്വേഷണം പൂർത്തിയാക്കി ട്രഷറിയിൽ അടയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥർ. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ പ്രൊഫഷണൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്കും അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓഫീസിൽ ഒഴിവുള്ള UD ക്ലർക്ക് തസ്തികയിൽ അന്യത്ര സേവന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത മാതൃകയിൽ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷ ഏപ്രിൽ 30 വൈകിട്ട് 5 മുമ്പായി സമർപ്പിക്കണം. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ 2025 വർഷത്തെ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. മികച്ച പരിസ്ഥിതി സംരക്ഷകൻ, പരിസ്ഥിതി ഗവേഷകൻ, പരിസ്ഥിതി പത്രപ്രവർത്തകൻ, പരിസ്ഥിതി ദൃശ്യമാധ്യമ പ്രവർത്തകൻ, പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനം, പരിസ്ഥിതി സംരക്ഷണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നീ വിഭാഗങ്ങളിലാണ് പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ന്യൂ ഇൻഫ്ര ഇനീഷ്യേറ്റീവ് പ്രോജക്റ്റിൽ അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ തസ്തികയിലെ 6 ഒഴിവുകളിലേക്ക് കരാർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന 6 മാസം ദൈർഘ്യമുള്ള ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SLC +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ മൂലം കടലാക്രമണ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്.
മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കേണ്ടതുണ്ട്. AICC സമ്മേളനം പൂർത്തിയായതോടെ KPCC പുനഃസംഘടന വേണമെന്ന ആവശ്യവുമായി നേതാക്കൾ. KPCC അധ്യക്ഷനെ നിലനിർത്തി സജീവമല്ലാത്തവരെ ഒഴിവാക്കി പുനഃസംഘടന വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. ചാർജിങ്ങിനിട്ട സ്കൂട്ടർ കത്തി നശിച്ചിട്ടും സ്കൂട്ടറിന്റെ ക്ലെയിം നടത്തി നൽകാൻ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് പരാതി. ഇടുക്കി സ്വദേശി ചേറാടിയിൽ പ്രിൻസ് ബാബുവാണ് സ്കൂട്ടർ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കുമെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. ഹൈറേഞ്ചിൽ വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഇഞ്ചി കൃഷിയിൽ നിന്ന് പിന്മാറി കർഷകർ. ശേഷിക്കുന്ന ഇഞ്ചി കൃഷിയിടങ്ങളിലും മറ്റ് വിളകളിലേക്ക് ചുവടുമാറുകയാണ്. ദിവേഗ വാർത്ത തുടരുന്നു. റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ കളക്ഷനായി 3.25 കോടി നേടി ബസൂക്ക. ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ചിത്രം ഇന്നലെയാണ് തിയേറ്ററുകളിലെത്തിയത്. റിലീസിന് മുൻപ് 1.5 കോടി രൂപ ചിത്രം കേരളത്തിൽ നിന്നും അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയിട്ടുണ്ട്. ജ്യോതിറാവു ഫൂലെ, സാവിത്രിഭായ് ഫൂലെ എന്നിവരുടെ ജീവിതകഥ പറയുന്ന ആനന്ദ് മഹാദേവൻ സംവിധാനം ചെയ്ത ചിത്രം ഫൂലെയുടെ റിലീസ് നീട്ടി. മഹാരാഷ്ട്രയിലെ ബ്രാഹ്മൺ സമുദായ സംഘടനകളുടെ എതിർപ്പിന് പിന്നാലെയാണ് റിലീസ് നീട്ടിയത്. പ്രതീക് ഗാന്ധി, പത്രലേഖ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. വിക്കി കൗശൽ നായകനായ ഹിന്ദി ചിത്രം ഛാവ OTT റിലീസ് ചെയ്തു. 130 കോടി മുടക്കിയെടുത്ത ചിത്രം തിയേറ്ററിൽ നിന്നും അമ്പരിപ്പിക്കുന്ന കളക്ഷനാണ് നേടിയത്. ലക്ഷ്മൺ ഉഡേക്കർ സംവിധാനം ചെയ്ത ഛാവ മാഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജനാണ് നിർമ്മിച്ചത്. ജയിലർ 2 ചിത്രീകരണത്തിനായി കേരളത്തിലെത്തി രജനീകാന്ത്. പാലക്കാട് അട്ടപ്പാടിയിലാണ് സിനിമാ താരം എത്തിയത്. ഷോളയൂർ, ഗോഞ്ചിയൂർ, ആനക്കട്ടി എന്നിവിടങ്ങളിലാണ് ലൊക്കേഷൻ. ചിത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണം മാർച്ചിൽ തുടങ്ങിയിരുന്നു. ഏകദേശം 20 ദിവസമായിരിക്കും ചിത്രീകരണം ഉണ്ടാകും. സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തിറങ്ങി തൃശൂർ പാടൂർ സ്വദേശി ലുക്മാനുൽ ഹക്കീം. ഉസ്ബെക്കിസ്ഥാനിൽ ഏപ്രിൽ 14 മുതൽ 20 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. അണ്ടർ 18 കാറ്റഗറിയിലാണ് ലുക്മാനുൽ ഹക്കീം മത്സരിക്കുന്നത്. ഒമാൻ ദേശീയ ടീമുമായി പരിശീലന മത്സരത്തിനുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ടീം ക്യാപ്റ്റനാവുക രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസറുദ്ദീൻ. ഏപ്രിൽ 20 മുതൽ 26 വരെ 5 ഏകദിന മത്സരങ്ങളാണ് ഉണ്ടാവുക. മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ക്യാമ്പ് ഏപ്രിലിൽ തിരുവനന്തപുരത്ത് നടക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുമായുള്ള കരാർ കാലാവധി അവസാനിച്ചതായി സ്പോർട്സ് ബ്രാൻഡായ പ്യൂമ. 8 വർഷത്തെ കരാറാണ് അവസാനിച്ചത്. വിരാട് കോഹ്ലിയുടെ ഭാവി മത്സരങ്ങൾക്ക് പ്യൂമ ആശംസകൾ അറിയിച്ചു. പുതുകായിക താരങ്ങളെ മുൻനിരയിലെത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ കമ്പനി തുടരുമെന്നും പ്യൂമ. ഒരിടവേളയ്ക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കാൻ വീണ്ടും MS ധോണി. നിലവിലെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ പരിക്ക് ഗുരുതരമായ സാഹചര്യത്തിലാണ് ധോണി വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30 മത്സരം നടക്കുന്നത്. സീസണിൽ ഇതുവരെ 5 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇതുവരെ ഒരു വിജയം മാത്രമാണ് നേടാനായത്. 4 മത്സരങ്ങൾ തോറ്റ ടീം 2 പോയിന്റുമായി പട്ടികയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ്. IPL-ൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ് വിജയക്കുതിപ്പ് തുടർന്നു. തുടർച്ചയായി ഇത് 4ാം തവണയാണ് ഡൽഹി ക്യാപിറ്റൽസ് വിജയം നേടുന്നത്. 6 വിക്കറ്റിനാണ് റോയൽ ചലഞ്ചേഴ്സിനെ ഡൽഹി തോൽപ്പിച്ചത്. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മാത്രം കൂടിയത് 1480 രൂപ. ഇതോടെ പവന്റെ വില 69,960 രൂപയായി. കഴിഞ്ഞ ദിവസം പവന്റെ വിലയിൽ 2160 രൂപയുടെ വർധന രേഖപ്പെടുത്തി. കോഴിക്കോട് കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ കേബിളുകൾ നശിപ്പിച്ചു. KCB അധികൃതരാണ് കേബിൾ നശിപ്പിച്ചത്. കോഴിക്കോട് എടച്ചേരി, നാദാപുരം, നടുവണ്ണൂർ KCB സെക്ഷനുകൾക്ക് കീഴിലാണ് സംഭവം.
കൊല്ലം അഞ്ചൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. പരാതിപ്പെട്ടപ്പോൾ ICDS സൂപ്പർവൈസർ അപമര്യാദയായി പെരുമാറുന്നതായും രക്ഷിതാക്കൾ പറയും. ഇടുക്കി വാടവര വാകപ്പടിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അങ്കണവാടി താവളമാക്കി സാമൂഹ്യ വിരുദ്ധർ. അങ്കണവാടി കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ മോഷണം പോയി. 4 വർഷം മുമ്പ് നിർമ്മിച്ച അങ്കണവാടി പ്രവർത്തന സജ്ജമാക്കാൻ നഗരസഭ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാവുകയാണ്. തിരുവനന്തപുരം കാരക്കാട്ട് ഫ്ളാറ്റിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതായി പരാതി. മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നുമാണ് മലിനജലം ഒഴുകുന്നത്. ഇടുക്കി പൈനാവിൽ വാട്ടർ അതോറിറ്റി നിർമ്മിക്കുന്ന ഗസ്റ്റ് ഹൌസിന്റെ നിർമ്മാണ പുരോഗതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിലയിരുത്തി. ഗസ്റ്റ് ഹൌസിനോടനുബന്ധിച്ച് സെക്ഷൻ ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും നിർമ്മിക്കും. മലപ്പുറം എടപ്പാളിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമായി. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ബസ് സ്റ്റാൻഡിനായി ഏറ്റെടുക്കുന്ന സ്ഥലം സന്ദർശിച്ചു. വിദേശ മലയാളി കൂട്ടായ്മയായ ഇസ്രായേൽ മലയാളി ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലുമിനാരി മാഗസിന്റെ പ്രകാശനം നടക്കും. ഭാഷാധ്യാപകനും നിരൂപകനുമായ ജ്യോതിസ് എസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരവും ദേശീയ അവാർഡ് ജേതാവുമായ സുരഭി ലക്ഷ്മി ആശംസകൾ അറിയിച്ചു. കോട്ടയം വെച്ചൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ തെരുവുനായകൾക്ക് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ് നടത്തി. വെച്ചൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൃഗാശുപത്രിയുടെ സഹകരണത്തോടെയാണ് കുത്തിവയ്പ് നടത്തിയത്. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ മണ്ഡലം ജനകീയ ജാഗ്രതാ സമിതി യോഗം സംഘടിപ്പിച്ചു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വ്യാജമദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വാർഡ് തല ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവ കർശന നടപടിയെടുക്കണമെന്ന് യോഗത്തിൽ വ്യക്തമാക്കി. വിഷു, ഈസ്റ്റർ സമയത്ത് പട്രോളിംഗും പരിശോധനകളും ഊർജിതമാക്കുമെന്നും യോഗം തീരുമാനിച്ചു. തൃശൂർ വാഗ ഗ്രാമലക്ഷ്മി റോഡ് റീടാറിംഗ് പൂർത്തിയായി. 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. തൃശൂർ അളവള്ളിയിൽ കുടുംബശ്രീ വിഷു വിപണന മേള ആരംഭിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ, നാടൻ പച്ചക്കറികൾ, വിവിധ തരം തുണിത്തരങ്ങൾ എന്നിവ മേളയിലുണ്ട്. ഏപ്രിൽ 12-ന് മേള സമാപിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് മേള ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അഴീക്കോടിൽ മെഴ്സി കോപ്സ് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ സഹായ വിതരണം നടത്തി. പരിപാടിയിൽ സാമ്പത്തിക സഹായം ക്രസന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതർക്ക് കൈമാറി. ആലപ്പുഴ വള്ളിക്കുന്നം പോലീസ് സ്റ്റേഷനിൽ റോക്ക് പ്രോജക്ട് ഭാഗമായി സന്ദർശകർക്കായുള്ള ഇരിപ്പിടം ഒരുക്കി. കറ്റാനം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാറും SI രാജീവും ചേർന്ന് നിർവഹിച്ചു. കണ്ണൂർ മാടായി തിരുവട്ടൂർ കാവിൽ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് പൂരം കുളി നടന്നു. പൂരോത്സവ ചടങ്ങുകളായ നാന്തകവാൾ പയറ്റും തെക്കിനാക്കൽ കോട്ടയിൽ വെച്ച് അപ്പമെറിയൽ ചടങ്ങും നടന്നു. പൈങ്കുനി ഉത്ര ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് പമ്പയിൽ ആറാട്ട് നടന്നു. ഘോഷയാത്ര പമ്പ ഗണപതി കോവിലിൽ എത്തുമ്പോൾ ശബരിമല മേൽശാന്തി തിടം പേറ്റുവാങ്ങി ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളി. ആറാട്ട് കഴിഞ്ഞ് ദേവനെ പമ്പ ഗണപതി കോവിലിൽ എഴുന്നള്ളിച്ചിരുന്നു. തൃശൂർ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല ധൈഷണിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ V. മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ നൃത്ത പരിശീലനവും കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്നും വഴിമാറ്റാനും മത്സരാധിഷ്ഠിത പരീക്ഷകളിൽ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പരിശീലനവും ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.